ഹായ്, വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത് പ്രശസ്ത ദക്ഷിണ കൊറിയൻ സംവിധായകനായ ബോങ് ജൂൻ ഹോയെ കുറിച്ചാണ്. 1969 സെപ്റ്റംബർ 14 ഡീഗുയിലാണ് ബോങ് ജനിച്ചത്. പിന്നീട് കുടുംബം സോളിലേക്ക് താമസം മാറി. അദ്ദേഹം ജനിച്ച കാലം ദക്ഷിണ കൊറിയയ്ക്ക് രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക മാറ്റങ്ങളും നിറഞ്ഞ സമയമായിരുന്നു. സൈനിക ഭരണവും സാമൂഹിക നിയന്ത്രണങ്ങളും സാധാരണ ജീവിതത്തെ ബാധിച്ചിരുന്ന കാലഘട്ടം. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണുന്ന അധികാര വിമർശനത്തിന് ഈ പശ്ചാത്തലം സ്വാധീനമായി എന്ന് വേണം കരുതാൻ. കലയും സാഹിത്യവും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ബോങ് വളർന്നത്. അച്ഛൻ ബോങ് സാങ് യുൻ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അമ്മ പാക് സോ യങ് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. മുത്തച്ഛൻ പാക് ട്യോൺ പ്രശസ്ത നോവലിസ്റ്റ് ആയിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ വീട്ടിലെ അന്തരീക്ഷം പുസ്തകങ്ങളും ചിത്രകലയും സാംസ്കാരിക ചർച്ചകളും കൊണ്ട് സമ്പന്നമായിരുന്നു. അതിനാൽ ചെറുപ്പത്തിൽ തന്നെ ബോങ്ങിന് കഥകളോടും മനുഷ്യ സ്വഭാവങ്ങളോടും വലിയ ആകർഷണം തോന്നിയിരുന്നു. അദ്ദേഹം വളരെ നിരീക്ഷണ ശേഷിയുള്ള ഒരു കുട്ടിയായിരുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റം, സാമൂഹിക വ്യത്യാസങ്ങൾ, കുടുംബങ്ങളിലെ സംഘർഷങ്ങൾ എന്നിവ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഒബ്സർവർ മെന്റാലിറ്റിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിലെ യാഥാർത്ഥ്യപരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ സഹായിച്ചത്. 1970-80 കാലഘട്ടത്തിൽ ഹോളിവുഡ് സിനിമകളും ജാപ്പനീസ് സിനിമകളും കൊറിയൻ ടെലിവിഷനും ബോങ്ങിനെ സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ക്രൈം ത്രില്ലേഴ്സ്, മോൺസ്റ്റർ മൂവീസ്, ഹിച്ച്കോക്ക് ശൈലിയിലെ സസ്പെൻസ്, സാമൂഹിക യാഥാർത്ഥ്യ സിനിമകൾ തുടങ്ങിയവയോട് ബോങ്ങിന് വലിയ താല്പര്യം വളർന്നു. അദ്ദേഹം സ്കൂൾ പുസ്തകങ്ങളെക്കാൾ സ്റ്റോറി ബോർഡ് വരയ്ക്കാനും സിനിമാ സങ്കല്പങ്ങൾ ചിന്തിക്കാനുമാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. ബോങ് ജൂൻ ഹോയുടെ കൗമാരകാലം ദക്ഷിണ കൊറിയയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ കാലമായിരുന്നു. 1980-കളിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ, സാമ്പത്തിക അസമത്വങ്ങൾ ഇവ സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. ഈ അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിലെ അധികാര വ്യവസ്ഥയോടുള്ള അവിശ്വാസം, പോലീസ് പരാജയം, ദരിദ്രരുടെ ജീവിത സമരം എന്നിവയ്ക്ക് അടിത്തറയായി അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം ഏൺസായ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സോഷ്യോളജി പഠിച്ചത്. സോഷ്യോളജി തെരഞ്ഞെടുക്കാൻ കാരണം സമൂഹത്തെ മനസ്സിലാക്കാനുള്ള താല്പര്യവും വർഗ വ്യത്യാസങ്ങളോടുള്ള കൗതുകവുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം സിനിമാ ക്ലബ്ബുകളിൽ സജീവമായി പ്രവർത്തിച്ചു. അവിടെ ലോക സിനിമകൾ കാണുക, സിനിമകളെ വിശകലനം ചെയ്യുക, സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുക തുടങ്ങിയ ദിവസേനയുള്ള ജീവിതചര്യയായി മാറി. അദ്ദേഹത്തിന്റെ ആദ്യകാല ഷോർട്ട് ഫിലിമിൽ തന്നെ പിന്നീട് പ്രശസ്തമായ ശൈലികൾ കാണാമായിരുന്നു. ഇരുണ്ട ഹാസ്യം, സാധാരണ മനുഷ്യന്റെ പരാജയങ്ങൾ, സാമൂഹിക പരിഹാസം മുതലായ തനത് ശൈലികൾ. 2000 ആണ്ടിലാണ് ബോങ് തന്റെ ആദ്യ ഫീച്ചർ ഫിലിമായ ബാർക്കിംഗ് ഡോഗ്സ് നെവർ ബൈറ്റ് എന്ന സിനിമ പുറത്തിറക്കുന്നത്. സോൾ എന്ന മഹാനഗരത്തിലെ വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ താമസിച്ചിരുന്ന യുവ അധ്യാപകനായിരുന്നു യുൻജു. സ്ഥിരമായി ജോലിയില്ല, പണമില്ല, ഭാര്യയാണെങ്കിൽ ഗർഭിണി, ആകെ അസ്വസ്ഥമായ ജീവിതം. അവന്റെ ദിവസങ്ങളെ ഏറ്റവും അധികം അലട്ടിയിരുന്നത് ഒരു ചെറിയ നായയുടെ ഇടവിടാത്ത കുരക്കലായിരുന്നു. രാവും പകലും കേൾക്കുന്ന ആ ശബ്ദം അവന്റെ അസഹനീയതയും കോപവും വളർത്തി. ഒരു ദിവസം ക്ഷമ നഷ്ടപ്പെട്ട യൂൻജു ആ നായയെ പിടിച്ചുകൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടായിട്ടേ ഇല്ല. കാരണം അപ്പാർട്ട്മെന്റിൽ നായകൾ കാണാതാകാൻ തുടങ്ങി. ആളുകൾ ഭയത്തിലും ആശങ്കയിലും മുങ്ങി. മറ്റുള്ള നായകളെ കാണാതാവുന്നത് സംബന്ധിച്ചിടത്തോളം യോൻജുവിന് അറിയുന്ന കാര്യമായിരുന്നില്ല. അതേസമയം തന്നെ അപ്പാർട്ട്മെന്റിൽ ഒരു ഓഫീസ് ജോലിക്കാരി ഹ്യൂനം ജീവിച്ചിരുന്നു. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ലെങ്കിലും ഒരു വലിയ കാര്യം ചെയ്ത് പ്രശസ്തയാകണമെന്ന ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. കാണാതാകുന്ന നായകളുടെ രഹസ്യം അന്വേഷിക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു വശത്ത് കുറ്റബോധത്തിൽ അലഞ്ഞു നടക്കുന്ന യുൻജു, മറുവശത്ത് സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഹ്യൂനം. അവരുടെ ജീവിതങ്ങൾ പതുക്കെ തമ്മിൽ ചേരാൻ തുടങ്ങി. പ്രേമമൊന്നുമല്ല, പക്ഷെ എവിടെയോ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. സിനിമയുടെ അവസാനം അവർ ഇരുവരും അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് നഗരത്തെ വീക്ഷിക്കുകയാണ്. നഗരത്തിന് ഒരു വ്യത്യാസവുമില്ല, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നഗരങ്ങളിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ നിരാശയും ഏകാന്തതയും തൊഴിലില്ലായ്മയും അസ്വസ്ഥതകളും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളും വരച്ചിടുന്ന സിനിമ. പിന്നീട് മെമ്മറീസ് ഓഫ് മർഡർ, പാരസൈറ്റ് പോലുള്ള ചിത്രങ്ങളിൽ ബോങ് ജൂൻ ഹോ കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ച തീംസിന്റെ ആദ്യ രൂപം ഈ സിനിമയിൽ തന്നെ കാണാം. ചിത്രം സാമ്പത്തികമായി വിജയമായിരുന്നില്ലെങ്കിൽ പോലും ബോങ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം 2003-ൽ മെമ്മറീസ് ഓഫ് മർഡർ എന്ന ഹിറ്റ് ചിത്രവുമായി അയാൾ തിരിച്ചു വന്നു. 1980-കളിൽ സൗത്ത് കൊറിയയിൽ നടന്ന യഥാർത്ഥ സീരിയൽ മർഡർ കേസിനെ ആസ്പദമാക്കിയ ക്രൈം ത്രില്ലറാണിത്. 80-കളിലെ സൗത്ത് കൊറിയയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശം
മഴ പെയ്യുന്ന രാത്രികളിൽ യുവതികൾ ഓരോരുത്തരായി കൊല്ലപ്പെടാൻ തുടങ്ങി. മൃതദേഹങ്ങൾ വയലുകളിലും കുഴികളിലും കണ്ടെത്തപ്പെട്ടു. ഗ്രാമം ഭയത്തിൽ മുങ്ങി. പ്രാദേശിക പോലീസ് ഓഫീസറായ പാർക്ക് ഡ്യൂമാൻ കുറ്റവാളിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ അന്വേഷണം അധികം തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നും ആയിരുന്നില്ല, സംശയങ്ങളിൽ മാത്രമായിരുന്നു. കുറ്റവാളിയുടെ മുഖം നോക്കിയാൽ അറിയാമെന്നായിരുന്നു അവന്റെ വിശ്വാസം. അതിനിടെ സോളിൽ നിന്ന് കൂടുതൽ വിദ്യാഭ്യാസവും കഴിവുമുള്ള ഡിറ്റക്റ്റീവ് സിയോ ടൈയൂൺ എത്തി. രണ്ട് പോലീസുകാരുടെയും സ്വഭാവം പൂർണ്ണമായി വ്യത്യസ്തമായിരുന്നു. ഒരാൾ കോപത്തിലും അടിച്ചമർത്തലിലും വിശ്വസിച്ചെങ്കിൽ മറ്റൊരാൾ തെളിവുകളിലും നിരീക്ഷണത്തിലും വിശ്വസിച്ചിരുന്നു. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. കൊലയാളി വീണ്ടും വീണ്ടും രക്ഷപ്പെട്ടു. തെറ്റായ ആളുകളെ സംശയിച്ചു. നിരപരാധികൾ മർദ്ദിക്കപ്പെട്ടു. മഴയുള്ള രാത്രികൾ വീണ്ടും മരണ വാർത്തകളുമായി വന്നു. കേസിനൊപ്പം പോലീസുകാരുടെ മനസ്സും തകരാൻ തുടങ്ങി. കൊലയാളിയെ പിടിക്കണമെന്ന ആഗ്രഹം ക്രമേണ നിരാശയിലേക്കും ഭ്രാന്തിലേക്കും വഴിമാറി. വർഷങ്ങൾക്ക് ശേഷം ജോലിയിൽ നിന്നെല്ലാം വിരമിച്ചതിന് ശേഷം സിനിമയുടെ അവസാന രംഗത്തിൽ സോങ് കാങ് ഹോ അവതരിപ്പിക്കുന്ന പാർക്ക് ഡൂമാൻ പഴയ ക്രൈം സീനിലേക്ക് തിരികെ വരുന്നു. അവൻ പഴയ കുഴിവഴികളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ എത്തുന്നു. അവൾ പറയുന്നു, കുറച്ചു ദിവസം മുമ്പ് ഇവിടെ മറ്റൊരാളും വന്നിരുന്നു. ഡൂമാൻ ചോദിക്കുന്നു, എങ്ങനെയായിരുന്നു അയാൾ? അപ്പോൾ ആ പെൺകുട്ടി മറുപടി പറയുകയാണ്, വളരെ സാധാരണ ഒരാളെന്ന പോലെ തോന്നി. ആ വാക്കുകൾ കേട്ട് ഡൂമാൻ നേരെ ക്യാമറയിലേക്ക് നോക്കുന്നു. അതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ പുറത്തിറങ്ങിയ 2003 യഥാർത്ഥ സീരിയൽ കില്ലർ പിടിക്കപ്പെട്ടിരുന്നില്ല. അതിനാൽ സിനിമ അൺറിസോൾവ്ഡ് മിസ്റ്ററിയായി അവസാനിച്ചു. പിന്നീട് 2019 സൗത്ത് കൊറിയൻ പോലീസ് DNA തെളിവുകൾ ഉപയോഗിച്ച് യഥാർത്ഥ കൊലയാളിയെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ലീ ചൂൻജെ ആയിരുന്നു. അതുകൊണ്ടാണ് സിനിമയുടെ അവസാന രംഗം ഇന്ന് കൂടുതൽ ഭീതിജനകമായി തോന്നുന്നത്. കാരണം സാധാരണ ആളെ പോലെ തോന്നിയ ആൾ യഥാർത്ഥത്തിൽ വർഷങ്ങളോളം സമൂഹത്തിനിടയിൽ ജീവിച്ചിരുന്നതായി പിന്നീട് തെളിഞ്ഞു. മെമ്മറീസ് ഓഫ് മർഡർ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലേഴ്സ് ലിസ്റ്റുകളിൽ സ്ഥിരമായി ഇടം പിടിക്കുന്ന സിനിമയാണ്. പല വിമർശകരും ഇതിനെ ദക്ഷിണ കൊറിയയുടെ സോഡിയാക് എന്ന് പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലൂടെയാണ് ബോങ് ജോങ് ഹോ കൊറിയൻ സിനിമയുടെ പ്രധാന സംവിധായകരിൽ ഒരാളായി മാറിയത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധിക്കപ്പെട്ടത്. മെമ്മറീസ് ഓഫ് മർഡർ പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത വലിയ ഹിറ്റ് ചിത്രം ദ ഹോസ്റ്റ് ആയിരുന്നു. 2006 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു മോൺസ്റ്റർ ത്രില്ലർ ആയിരുന്നെങ്കിലും അതിനുള്ളിൽ കുടുംബ ബന്ധങ്ങൾ, സർക്കാർ അനാസ്ഥ, അമേരിക്കൻ സൈനിക സാന്നിധ്യം തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളും ശക്തമായി അവതരിപ്പിച്ചു. കൊറിയയിൽ ഈ ചിത്രം വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറുകയും ആ കാലത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട കൊറിയൻ ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. സോൾ നഗരത്തിലൂടെ ഒഴുകുന്ന ഹാൻ നദിക്കരയിൽ പാർക്ക് കുടുംബം ഒരു ചെറിയ സ്നാക്ക് കട നടത്തി ജീവിക്കുകയായിരുന്നു. കുടുംബത്തിലെ മൂത്തവനായ ഹീബോങ് കഠിനാധ്വാനിയായിരുന്നു. എന്നാൽ മകൻ ഗാങ്ഡു അലസനും അല്പം ബാലിശനുമായ മനുഷ്യനായിരുന്നു. കാര്യങ്ങൾ ഗൗരവമായി എടുക്കാത്ത അവനെ എല്ലാവരും പരിഹസിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവന്റെ മകൾ ഹ്യൂൻ സിയോയെ അവന് പ്രാണനായിരുന്നു. ഹ്യൂൻ സിയോ ബുദ്ധിമതിയായ ഒരു കുഞ്ഞായിരുന്നു. അച്ഛന്റെ അശ്രദ്ധ അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും അവൾ അച്ഛനെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. അമ്മയില്ലാത്ത ജീവിതത്തിൽ അവർ തമ്മിൽ ഒരു വിചിത്ര സൗഹൃദമുണ്ടായിരുന്നു. ഒരു ദിവസം ഹാൻ നദിക്കരയിൽ സാധാരണ പോലെ ആളുകൾ വിനോദത്തിനായി കൂടിയിരുന്നു. അപ്പോൾ പാലത്തിന്റെ താഴെ എന്തോ വലിയൊരു വസ്തു തൂങ്ങി നിൽക്കുന്നത് ചിലർ കണ്ടു. ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. അടുത്ത നിമിഷം ഭീകരമായ രൂപമുള്ള ഒരു ജീവി കരയിലേക്ക് പാഞ്ഞെത്തി. മത്സ്യത്തെയും ഉഭയജീവിയെയും ചേർത്തുണ്ടാക്കിയതുപോലുള്ള ആ ജീവി ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. ജനങ്ങൾ ഭീതിയോടെ ചിതറിയോടി. നിലവിളികളും രക്തങ്ങളും നിറഞ്ഞ ആ കലാപത്തിനിടയിൽ ഗാങ്ഡു തന്റെ മകളുടെ കൈ പിടിച്ചു ഓടി. പക്ഷെ ഭയവും തിരക്കിലുമിടയിൽ ഹ്യൂൻസിയോ പിന്നിൽ ഒറ്റപ്പെട്ടു പോയി. അവൾ അച്ഛനെ വിളിച്ച് കരയുന്നതിനിടയിൽ ആ ജീവി അവളെ വാലിൽ ചുറ്റിപ്പിടിച്ച് നദിയിലേക്ക് എടുത്തു ചാടി. ഗാങ്ഡുവിന്റെ മുന്നിൽ നിന്ന് തന്നെ മകൾ അപ്രത്യക്ഷയായി. ഗാങ്ഡുവിന്റെ കുടുംബം തകർന്നു പോയി. സർക്കാർ ഉടൻ തന്നെ ആ ജീവിയിലൂടെ ഒരു അപകടകരമായ വൈറസ് പടരുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരെയും ക്വാറന്റൈനിലാക്കി. ഗാങ്ഡുവിനെയും കുടുംബത്തെയും ഒരു ആശുപത്രി പോലുള്ള കേന്ദ്രത്തിൽ അടച്ചു. അവിടെ വെച്ചാണ് അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്നത്. ഒരു രാത്രി ഗാങ്ഡുവിന്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ വന്നു. മറുവശത്ത് ഹ്യൂൻസിയോയുടെ ശബ്ദം. അവൾ മരിച്ചിട്ടില്ലായിരുന്നു. നദിക്കടിയിലെ വലിയ മലിനജന ചാലുകളിൽ ജീവി ആളുകളെ കൂട്ടിയിട്ട് സൂക്ഷിക്കുകയായിരുന്നു. ചിലരെ പിന്നീട് രക്ഷിക്കാനായി ഭയത്തോടെ വിറച്ചുകൊണ്ട് ഹ്യൂൻസിയോ അച്ഛനോട് തന്റെ സ്ഥലം പറയാൻ ശ്രമിച്ചു. പക്ഷെ ഫോൺ ഉടൻ വിച്ഛേദിക്കപ്പെട്ടു. ഗാങ്ഡു സർക്കാരിനോട് മകൾ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. വൈറസ് ഭീഷണിയും രാഷ്ട്രീയ നാടകങ്ങളും മാത്രമാണ് എല്ലാവർക്കും പ്രധാനമായിരുന്നത്. അവസാനം കുടുംബം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഗാങ്ഡുവിന്റെ സഹോദരി നംജു ദേശീയ തലത്തിൽ മെഡൽ നേടിയ അമ്പെയ്ത്തുകാരിയായിരുന്നു. പക്ഷെ നിർണായക നിമിഷങ്ങളിൽ അമ്പ് തൊടുക്കുവാൻ വൈകുന്ന സ്വഭാവം അവളെ അലട്ടിയിരുന്നു. സഹോദരൻ നമ്മിൽ ഒരു ബുദ്ധിജീവിയായിരുന്നു. എന്നാൽ ജീവിതത്തിൽ സ്ഥിരതയില്ലാത്തവനും
ഈ തകർന്ന കുടുംബം ഒറ്റ ലക്ഷ്യത്തിനായി ഒന്നിച്ചു: ഹ്യൂൻസിയോയെ രക്ഷിക്കുക. അവർ നഗരത്തിന്റെ അടിഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ഇരുണ്ട ചാലുകൾ, മലിനജല ടണലുകൾ, പാലങ്ങളുടെ അടിഭാഗങ്ങൾ, എല്ലായിടത്തും അവർ ആ ജീവിയെ തേടി നടന്നു. അതിനിടയിൽ ഹ്യൂൻസിയോ ജീവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജീവി പിടിച്ചുകൊണ്ടുവന്ന മറ്റൊരു ചെറിയ കുട്ടിയെയും അവൾ സംരക്ഷിച്ചു. ഒരു രാത്രി ജീവി വീണ്ടും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സർക്കാർ അതിനെ നശിപ്പിക്കാൻ ഏജന്റ് യെല്ലോ എന്ന വിഷവാതകം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നഗരമൊട്ടാകെ കലാപം പടർന്നു. പ്രതിഷേധക്കാരും പോലീസുകാരും ഏറ്റുമുട്ടി. അതേ സമയത്ത് പാർക്ക് കുടുംബവും ജീവിയുമായി അവസാന പോരാട്ടത്തിനിറങ്ങി. ഹാൻ നദിക്കരയിൽ തീയും പുകയും നിറഞ്ഞ ഭീകര രംഗങ്ങൾ നടന്നു. കീബോങ് തന്റെ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടു. നംജു ഒടുവിൽ തന്റെ ഭയം മറികടന്ന് അമ്പു തൊടുത്തു. ഗാങ്ഡു ജീവിയെ നേരിട്ട് ആക്രമിച്ചു. അവസാനം ആ ജീവി കൊല്ലപ്പെട്ടു. അതിന്റെ വായിൽ നിന്നും ആളുകളെ പുറത്തെടുക്കുമ്പോൾ ഹ്യൂൻസിയോയെ അവർ കണ്ടെത്തി. എന്നാൽ വളരെ വൈകിയിരുന്നു. മറ്റേ ചെറിയ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവൾ ശ്വാസം മുട്ടി മരിച്ചിരുന്നു. മകളുടെ മൃതദേഹം ചേർത്ത് പിടിച്ച് കരയുന്ന ഗാങ്ഡുവിന്റെ മുഖത്ത് ആദ്യമായി ഒരു പക്വതയും വേദനയും തെളിഞ്ഞു. അതിനുശേഷം അവൻ ഹാൻസിയോ രക്ഷിച്ച ആ ചെറിയ കുട്ടിയെ സ്വന്തം മകനായി വളർത്താൻ തുടങ്ങി. ഹാൻ നദിക്കരയിലെ അതേ ചെറിയ കടയിൽ അവർ ജീവിച്ചു. പുറത്ത് മഞ്ഞ് വീഴുമ്പോൾ ടിവിയിൽ വീണ്ടും സർക്കാരിന്റെ വാർത്തകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഗാങ്ഡുവിന്റെ മനസ്സിൽ ഒരു ശൂന്യത ബാക്കിയായിരുന്നു. തിരക്കിൽ കൈവിട്ടുപോയ തന്റെ മകളുടെ ഓർമ്മ. ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ സിനിമയിൽ സൂക്ഷ്മ വിമർശനമുണ്ട്. ആരംഭത്തിലെ രാസമാലിന്യം ഒഴുക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ, പിന്നീടുള്ള ഏജന്റ് യെല്ലോ, വിഷവാതക പദ്ധതി, ഇവ അമേരിക്കയുടെ ഇടപെടലുകളെ പ്രതിനിധീകരിക്കുന്നു. ഇത് പലർക്കും വിയറ്റ്നാം വാർ കാലത്ത് ഉപയോഗിച്ച ഏജന്റ് ഓറഞ്ച് എന്ന രാസായുധത്തെ ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, സർക്കാർ പരാജയപ്പെടുമ്പോൾ പ്രവർത്തിക്കുന്നത് ആ കുടുംബം ഒന്നടങ്കം ഒറ്റക്കെട്ടായാണ്. സിനിമ പറയുന്ന വലിയ ആശയമാണിത്. സർക്കാരിന്റെ രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറം സാധാരണ മനുഷ്യരുടെ സ്നേഹവും കുടുംബ ബന്ധവുമാണ് യഥാർത്ഥ പ്രതിരോധ ശക്തി. അതുകൊണ്ട് ദ ഹോസ്റ്റ് ഒരു മോൺസ്റ്റർ ത്രില്ലറിന്റെ രൂപത്തിൽ പറയുന്ന മനുഷ്യ ദുഃഖത്തിന്റെ, രാഷ്ട്രീയ വിമർശനത്തിന്റെ, കുടുംബ സ്നേഹത്തിന്റെ കഥയാണ്. ദ ഹോസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം മദർ, സ്നോ പിയേഴ്സർ, മിക്കി തുടങ്ങിയ ഗംഭീര സിനിമകൾ ബോങ് ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ലോക പ്രശസ്തി നേടിക്കൊടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ പാരസൈറ്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് ഭാഷ ഇതര ചിത്രത്തിന് ആദ്യമായി നല്ല ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടുന്നത് പാരസൈറ്റ് ആണ്. 2020 ഓസ്കാർ ചടങ്ങിൽ ഈ ചിത്രം ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നിങ്ങനെ 4 പ്രധാന ഓസ്കാറുകൾ നേടി. സോൾ നഗരത്തിലെ ഒരു ഇടുങ്ങിയ ഭൂഗർഭ വീട്ടിൽ കിം കുടുംബം ജീവിച്ചിരുന്നു. മഴ പെയ്താൽ മലിനജലം വീട്ടിലേക്ക് കയറും. ജനാലയ്ക്കപ്പുറം കാണുന്നത് മദ്യപാനികളും തെരുവിലെ പുകയും മാത്രം. അച്ഛൻ കിട്ടേക്ക് തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്നവനാണ്. അമ്മ ചുങ് സുക് പഴയകാല ഒരു കായിക താരം. മകൻ കി വുവും മകൾ കി ജുങ്ങും ചെറുതായി തട്ടിപ്പുകൾ ചെയ്ത് ജീവിക്കുന്ന ബുദ്ധിമാന്മാർ. ഒരു ദിവസം കി വുവിന്റെ സുഹൃത്ത് അവൻ ഒരു അവസരം നൽകി. സമ്പന്നമായ പാർക്ക് കുടുംബത്തിന്റെ മകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുവാനുള്ള ജോലി. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കി വു ആ വീട്ടിൽ കടന്നു. ആ വീട് മറ്റൊരു ലോകം പോലെയായിരുന്നു. വിശാലമായ പുൽത്തകിടി, ഗ്ലാസ് ചുവരുകൾ, ശാന്തത, സമ്പത്ത്. പാർക്ക് കുടുംബം ഭംഗിയുള്ളവരായിരുന്നെങ്കിലും അതീവ നിസ്സാര വിശ്വാസികളായിരുന്നു. കി വു പതുക്കെ തന്റെ കുടുംബത്തെയും ആ വീട്ടിലേക്ക് എത്തിച്ചു. സഹോദരി കിങ് ജൂങ് ആർട്ട് തെറാപ്പിസ്റ്റായി എത്തി. അച്ഛൻ പഴയ ഡ്രൈവറെ പുറത്താക്കി പുതിയ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചു. അമ്മ പഴയ വീട്ടുജോലിക്കാരിയെ കുടുക്കി പുറത്താക്കി അവളുടെ സ്ഥാനവും സ്വന്തമാക്കി. ഇപ്പോൾ 2 കുടുംബങ്ങൾ ഒരേ വീട്ടിൽ ജീവിച്ചു. ഒരാൾ മുകളിലത്തെ വെളിച്ചത്തിൽ, മറ്റേയാൾ മറഞ്ഞു നിന്ന് താഴെ. ഒരു ദിവസം പാർക്ക് കുടുംബം ക്യാമ്പിങ്ങിന് പോയപ്പോൾ കിം കുടുംബം മുഴുവൻ ആ വലിയ വീട്ടിൽ പാർട്ടി നടത്തി. മദ്യവും ചിരിയും നിറഞ്ഞ ആ രാത്രിയിൽ പെട്ടെന്ന് പഴയ വീട്ടുജോലിക്കാരി വാതിലിൽ തട്ടി. അകത്ത് കയറിയ അവൾ നേരെ രഹസ്യ ബങ്കറിലേക്ക് ഇറങ്ങി. അവിടെ വർഷങ്ങളായി ഒളിച്ചു ജീവിക്കുന്ന ഭർത്താവ് ഗ്യൂൻസേക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇത് കണ്ട കിം കുടുംബം ഞെട്ടിപ്പോകുന്നു. കാരണം അവർ മാത്രം പരാന്നഭോജികളല്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നു. മറ്റൊരു ദരിദ്ര കുടുംബവും അതേ സമ്പന്ന വീട്ടിന്റെ അടിയിൽ ജീവിക്കുകയാണ്. ആദ്യം അവർ തമ്മിൽ ഭീഷണിപ്പെടുത്തലും അപേക്ഷകളും നടക്കുന്നു. പക്ഷെ പെട്ടെന്ന് മ്യൂങ്ഗാങ് മൊബൈലിൽ കിം കുടുംബത്തിന്റെ യഥാർത്ഥ മുഖം വീഡിയോയാക്കി പകർത്തുന്നു. അവർ മുഴുവൻ വ്യാജവേഷത്തിൽ പാർക്ക് കുടുംബത്തെ വഞ്ചിക്കുകയാണെന്ന് അവൾ തെളിയിക്കാൻ ശ്രമിക്കുന്നു. ഇതോടെ സംഘർഷം അക്രമത്തിലേക്ക് മാറുന്നു. കിം കുടുംബം ഫോൺ പിടിക്കാൻ ശ്രമിക്കുന്നു. ഇരു കൂട്ടരും വീട്ടിനുള്ളിൽ തമ്മിൽ കടിച്ചു കീറുന്നു. പടികളിലൂടെ തള്ളലും വലിയുമെല്ലാം നടക്കുന്നു. അതിനിടെ മൂൻഗാങ് പടിയിൽ നിന്ന് താഴേക്ക് വീണ് തല ശക്തമായി ഇടിക്കുന്നു. അവൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ബങ്കറിനുള്ളിൽ അവൾ മരിക്കുന്നുണ്ട്. ഇതിനിടെ പാർക്ക് കുടുംബം അപ്രതീക്ഷിതമായി ക്യാമ്പിംഗ് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ
കിം കുടുംബം ഭീതിയിലാകുന്നു. അവർ വീട്ടിലെ സോഫയുടെ അടിയിലും മേശകളുടെ പിന്നിലെല്ലാം ഒളിച്ചിരിക്കുന്നു. അപ്പോൾ പാർക്ക് ദമ്പതികൾ സോഫയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ കിടേക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു. അവനൊരു പ്രത്യേക മണമുണ്ട്. സബ്വേയിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ മണം. സോഫയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന കിടേക്ക് ആ വാക്കുകൾ കേൾക്കുന്നു. ആ നിമിഷം മുതൽ സമ്പന്നർ തങ്ങളെ മനുഷ്യരായി കാണുന്നില്ലെന്ന അപമാനം അവന്റെ ഉള്ളിൽ കൂടുതൽ ആഴത്തിൽ കുത്തിക്കയറുന്നു. അടുത്ത ദിവസം മഴ കാരണം ക്യാമ്പിംഗ് റദ്ദായതിനാൽ പാർക്ക് കുടുംബം വീട്ടിൽ തന്നെ മകന്റെ ജന്മദിന പാർട്ടി നടത്തുവാൻ തീരുമാനിക്കുന്നു. കിം കുടുംബം വീണ്ടും ജോലിക്കാരുടെ വേഷത്തിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പക്ഷെ അതിനിടയിൽ ബങ്കറിൽ ഒളിഞ്ഞിരുന്ന പഴയ ജോലിക്കാരിയുടെ ഭർത്താവ് ഗ്യാൻസെ പുറത്തേക്ക് രക്ഷപ്പെടുന്നു. അവന്റെ ഭാര്യ ഇതിനകം പരിക്കേറ്റ് മരിച്ചിരുന്നു. ഭ്രാന്തും പ്രതികാരവും ഒക്കെ കലർന്ന അവൻ പാർട്ടിയിലേക്ക് കയറി കത്തി ഉപയോഗിച്ച് ആളുകളെ ആക്രമിക്കുന്നു. കിജുങ് ഗുരുതരമായ കുത്തേറ്റ് രക്തത്തിൽ വീഴുന്നു. കുട്ടികൾ നിലവിളിക്കുന്നു. പാർട്ടി ഭീകര കലാപമാകുന്നു. അതേസമയം കിടേക്ക് തന്റെ മകളെ രക്ഷിക്കാൻ ഓടുമ്പോൾ പാർക്ക് സാർ പരിക്കേറ്റ തന്റെ മകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് കൂടുതൽ തിരക്കുകൾ കൂട്ടുന്നത്. നിലത്ത് കിടക്കുന്ന ഗ്യൂൻസയുടെ ശരീരത്തിനരികിലൂടെ പോകുമ്പോൾ അവൻ മൂക്ക് വീണ്ടും പൊത്തുന്നു. വീണ്ടും ദരിദ്രരുടെ മണം അവനെ അസഹ്യമാക്കുന്നു. ആ ചെറിയ പ്രവൃത്തി കിടേക്കിന്റെ ഉള്ളിലെ വർഷങ്ങളായ അപമാനവും ദാരിദ്ര്യവും കോപവും ഒരുമിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നു. അവൻ പെട്ടെന്ന് കത്തിയെടുത്ത് പാർക്ക് സാറിനെ കുത്തിക്കൊല്ലുന്നു. എല്ലാവരും ഭീതിയിൽ ഓടുന്നു. ആ കലാപത്തിനിടയ്ക്ക് കിടേക്ക് അപ്രത്യക്ഷനാകുന്നു. ശേഷം കഥ കുറച്ച് മാസങ്ങൾ മുന്നോട്ട് പോകുന്നു. കിവു ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ സഹോദരി കിജുങ് മരിച്ചിരിക്കുന്നു. അമ്മയും മകനും വീണ്ടും പഴയ ദരിദ്ര ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഒരു രാത്രി കിവു കുന്നിൻ മുകളിലെ പഴയ പാർക്ക് വീട്ടിലേക്ക് നോക്കുമ്പോൾ വീടിന്റെ ലൈറ്റുകൾ വിചിത്രമായി തെളിഞ്ഞും അണഞ്ഞും ചെയ്യുന്നത് കാണുന്നു. മോൾസ് കോഡ് പോലെ അവൻ മനസ്സിലാക്കുന്നു അച്ഛൻ ജീവനോടെ അവിടെയുണ്ട്. പാർക്ക് കുടുംബം വീട് വിട്ട ശേഷം കിടേക്ക് വീട്ടിന്റെ അടിയിലെ രഹസ്യ ബങ്കറിൽ ഒളിച്ചു ജീവിക്കുകയായിരുന്നു. രാത്രികളിൽ ലൈറ്റ് തെളിയിച്ച് മകനോട് സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം. അവസാന രംഗത്തിൽ ക്യൂ ഒരു സ്വപ്നം കാണുന്നു. അവൻ ഒരു ദിവസം ധനികനാകും, ആ വലിയ വീട് വാങ്ങും, പിന്നെ അച്ഛൻ പടികൾ കയറി പുറത്തേക്ക് വരും. അച്ഛനെയും മകനെയും വീണ്ടും ചേർക്കുന്ന സ്വപ്നം. പക്ഷെ സിനിമ അവസാനിക്കുന്നത് വീണ്ടും ആ ചെറിയ ഭൂഗർഭ വീട്ടിലേക്കാണ്. കിവു അതേ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുന്നു. അതിനാൽ സിനിമയുടെ അവസാനത്തെ അർത്ഥം ദരിദ്ര സമ്പന്നരാകുമെന്ന സ്വപ്നം പലപ്പോഴും സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു എന്നതാണ്. മാത്രമല്ല സിനിമയുടെ പേര് തന്നെ ഒരു ചോദ്യമാണ്. ആദ്യ നോട്ടത്തിൽ കിം കുടുംബമാണ് പാരസൈറ്റ് എന്ന് തോന്നുമെങ്കിലും അവർ സമ്പന്നരുടെ വീട്ടിൽ കള്ളവേഷത്തിൽ കയറി അവരുടെ പണത്തിൽ ജീവിക്കുന്നു. പക്ഷെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ചോദ്യം മാറുന്നു. സമ്പന്നർ ദരിദ്രരുടെ തൊഴിലില്ലാതെ ജീവിക്കാനാകുമോ? ദരിദ്രരുടെ ജീവിതം ഉപയോഗിച്ച് സുരക്ഷിതമായി ജീവിക്കുന്നവർ ആരാണ്? അതിനാൽ സിനിമ പറയുന്നത് പരാന്ന ഭോജിത്വം ഒരു വിഭാഗത്തിന് മാത്രം കൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒന്നല്ല, പിന്നെയോ സമൂഹം മുഴുവൻ പരസ്പരം ആശ്രയിച്ചുള്ള അസമമായ ബന്ധങ്ങളാൽ നിറഞ്ഞതാണ്. സിനിമയിൽ ഉയരവും താഴ്ചയും വലിയ പ്രതീകങ്ങളാണ്. പാർക്ക് കുടുംബം കുന്നിൻ മുകളിലെ പ്രകാശമുള്ള വലിയ വീട്ടിൽ ജീവിക്കുന്നു. കിം കുടുംബം ഭൂഗർഭത്തിലേക്ക് താഴ്ന്നിരിക്കുന്ന സെമി ബേസ്മെന്റിൽ ജീവിക്കുന്നു. ബംഗറിലെ ഗ്യൂൻസെ അതിലും താഴെ സാമ്പത്തിക അസമത്വത്തിന്റെ നഗ്നമായ പ്രതീകങ്ങൾ. സിനിമയിലെ ഏറ്റവും പ്രധാന പ്രതീകം സ്മെൽ ആണ്. പാർക്ക് കുടുംബം പലവട്ടം ദരിദ്രരുടെ മണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് നേരിട്ടുള്ള അപമാനമല്ലെങ്കിലും അവർ ദരിദ്രരെ വ്യത്യസ്ത ജാതി പോലെയാണ് കാണുന്നത്. കിടേക്ക് ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് ഈ നിമിഷങ്ങളിലാണ്. അവസാനം പാർക്ക് സാർ മൂക്ക് പൊത്തുന്ന നിമിഷം കിടേക്ക് കൊലപാതകം ചെയ്യുന്നത് വർഷങ്ങളായി സഹിച്ച സാമൂഹിക അപമാനത്തിന്റെ പൊട്ടിത്തെറിയാണ്. സിനിമയിലെ ഏറ്റവും ദുഃഖകരമായ ഭാഗം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള പോരാട്ടമല്ല, ദരിദ്രർ തമ്മിലുള്ള യുദ്ധം ചെയ്യലാണ്. കിം കുടുംബവും ബംഗറിൽ ജീവിക്കുന്ന കുടുംബവും പരസ്പരം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് പറയുന്നത് അസമത്വമുള്ള സമൂഹത്തിൽ താഴെയുള്ളവർ പലപ്പോഴും തമ്മിൽ മത്സരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ അധികാരികൾ സുരക്ഷിതരായി തുടരുന്നു. സമൂഹത്തിലെ സാമ്പത്തിക വർഗ ചേരിതിരിവുകളും അവ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളുമാണ് മൊത്തത്തിൽ സിനിമ പറഞ്ഞു വെക്കുന്നത്. ബോങ്ങിനെ കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ടെങ്കിലും പരിമിതികൾ മൂലം നിർത്തുന്നു. അടുത്ത വർഷം റിലീസിംഗിന് തയ്യാറെടുക്കുന്ന അല്ലി എന്ന അനിമേഷൻ സിനിമയാണ് ബോങ്ങിന്റെ അടുത്ത പ്രോജക്ട്. മഹാനായ ആ ചലച്ചിത്രകാരന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ചിത്രം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ.